ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ചെക്ക് ലീഫ് ഫില്ല് ചെയ്യേണ്ടതെന്നുള്ള കാര്യത്തെ പറ്റിയാണ്. മിക്ക ആൾക്കാർക്കും ചെറിയൊരു കൺഫ്യൂഷൻ ഉള്ളൊരു ഏരിയയാണ് ഇതെങ്ങനെയാണ് പ്രോപ്പറായിട്ട് ഫില്ല് ചെയ്യുക എന്നുള്ളത്. ചെറിയ മിസ്റ്റേക്ക് കൊണ്ട് അത്യാവശ്യം നല്ല അബദ്ധങ്ങൾ മിക്കവരും കാണിക്കാറുണ്ട്. അപ്പം അത് പ്രോപ്പറായിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇനി ഞാൻ ഇവിടെ കാണിച്ചു തരാൻ പോകുന്നത്. ആദ്യമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിപ്പോൾ സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ചെക്ക് ലീഫാണ്. എല്ലാ ബാങ്കിൻ്റെയും ചെക്ക് ലീഫിൽ ചെയ്യുന്ന രീതികളൊക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്. ഓൾമോസ്റ്റ് എന്നല്ല, മൊത്തത്തിൽ സെയിം ആണ്. ബാങ്ക് അക്കൗണ്ടുകൾ മാറുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം നമുക്കത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നോക്കാം. ആദ്യമായി നമ്മുടെ ചെക്ക് ലീഫിൽ ഇടതുവശത്ത് പേ എന്നുള്ള സ്ഥലത്ത് നമ്മുടെ സ്വന്തം ആവശ്യത്തിനാണെങ്കിൽ സെൽഫ് എന്നും, മറ്റൊരാൾക്ക് കൈമാറാനുള്ള ചെക്ക് ലീഫാണെങ്കിൽ ആ വ്യക്തിയുടെ പേരും കൃത്യമായി ഈ പേയി എന്നുള്ളതിൻ്റെ എടുത്ത് ചേർത്ത് എഴുതുക. ഇതുപോലെ ഒരിക്കലും ഗ്യാപ്പ് ഇടാൻ പാടില്ല. ഓക്കെ, ഇനി ഇവിടെ സ്വന്തം ആവശ്യത്തിനാണെങ്കിൽ സെൽഫ് എന്ന് എഴുതാവുന്നതാണ്. അതിനുശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ബെയറർ എന്നുള്ളൊരിത് കാണാം. നമ്മൾ എപ്പോഴും ഒരു വ്യക്തിക്ക് കൊടുക്കുമ്പോൾ അത് വെട്ടി ശേഷം മാത്രമേ കൊടുക്കാവുള്ളൂ. കാരണം അതിൻ്റെ അർത്ഥം, ഈ ബെയറർ വെട്ടാത്ത പക്ഷം ആ ചെക്ക് ആർക്ക് വേണമെങ്കിലും മാറിയെടുക്കാവുന്നതാണ്. മറിച്ച് ആ ബെയറർ എന്നുള്ള അവരത് വെട്ടിയിട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ആരുടെ പേരിലാണോ ചെക്ക് ലീഫ് കൊടുക്കുന്നത് അയാൾക്ക് മാത്രമേ ഈ ചെക്ക് ലീഫ് മാറിയെടുക്കാൻ സാധിക്കത്തുള്ളൂ. അതിനുശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കൃത്യമായിട്ട് ഡേറ്റ് എഴുതുക. ഓരോ അക്കവും കൃത്യമായിട്ട് എഴുതുക. ഓക്കെ, അതിനുശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, റുപ്പീസ് എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന എമൗണ്ട് അക്ഷരത്തിൽ എഴുതുക. എഴുതുമ്പോൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം, എമൗണ്ട് എഴുതി എപ്പോഴും ക്ലോസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഉദാഹരണത്തിന് 1,00,000 റുപ്പീസ് ഒള്ളി എന്ന് എപ്പോഴും എഴുതി ക്ലോസ് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, അതിനുശേഷം നമ്മൾ വീണ്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എമൗണ്ട് അക്കത്തിൽ എഴുതുമ്പോൾ അവിടെയും നമ്മൾ ഒരു സ്ലാഷ് ഇട്ട് സൈഡിലൊരു ഹൈഫണും കൂടി ഇട്ട് അത് ക്ലോസ് ചെയ്യാൻ ശ്രദ്ധിക്കണം. അതെന്തിനാണെന്ന് വെച്ചാൽ, അതിൻ്റെ ഇടയ്ക്ക് മറ്റൊരു എഴുത്ത് വന്ന് വേറൊരു എമൗണ്ട് എഴുതാതിരിക്കാൻ വേണ്ടിയാണ്. ഓക്കെ, പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പ്ലീസ് സൈൻ എബോ എന്നുള്ള വശത്തിൻ്റെ തൊട്ട് ജസ്റ്റ് മുകളിൽ ഒരിക്കലും തെറ്റാതെ കറക്റ്റായിട്ട് സൈൻ ഇടാൻ ശ്രദ്ധിക്കുക. ഒരിക്കലും ചെക്കിൽ നമ്മൾ ഒപ്പിടുമ്പോഴോ എഴുതുമ്പോഴോ കുത്തിക്കുറിച്ച് തെറ്റുകൾ തിരുത്താൻ പാടുള്ളതല്ല. അവസാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ചെക്ക് ലീഫിൻ്റെ പുറകുവശത്ത് നമ്മുടെ പേരെഴുതി ഒപ്പിടേണ്ടതാണ്. എപ്പോഴും നമ്മൾ ചെക്കിൻ്റെ പുറകുവശത്ത് പേരെഴുതി ഒപ്പിട്ടതിന് ശേഷം മാത്രം ചെക്ക് ലീഫ് ബാങ്കിൽ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. താങ്ക് യു.